കോട്ടയം അതിരൂപതാംഗമായ ആർച്ച് ബിഷപ്പ് മാർ കുര്യൻ മാത്യു വയലുങ്കലിനെ തെക്കേ അമേരിക്കൻ രാജ്യമായ ചിലിയിലെ അപ്പസ്തോലിക് ന്യൂൻഷ്യോയായി ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു. അൾജീരിയയിലെയും ടുണീഷ്യയിലെയും അപ്പസ്തോലിക് ന്യൂൻഷ്യോയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ആർച്ച് ബിഷപ്പ്. 10-ലധികം രാജ്യങ്ങളിലെ വത്തിക്കാന്റെ അപ്പസ്തോലിക് ന്യൂൻഷ്യോച്ചറുകളിൽ സേവനം ചെയ്തിട്ടുള്ള ആർച്ച് ബിഷപ്പ് മാർ കുര്യൻ മാത്യു വയലുങ്കൽ ചിലിയിലെ സഭയെക്കുറിച്ചും തന്റെ പ്രേഷിത ദൗത്യത്തെക്കുറിച്ചും സൺഡേ ശാലോം ഓൺലൈൻ ന്യൂസിനോട് സംസാരിക്കുന്നു. സൗത്ത് അമേരിക്കയിലെ ചിലി എന്ന രാജ്യത്ത് അപ്പസ്തോലിക് ന്യൂൻഷ്യോയായി മാർപ്പാപ്പായുടെ പ്രതിനിധിയായി ജോലി ചെയ്യാൻ ലഭിച്ചിരിക്കുന്ന ഈ നിയോഗം ഒരു ദൈവാനുഗ്രഹമായി കരുതി സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. പസഫിക് സമുദ്ര തീരത്തോടു കൂടിയ വളരെ മനോഹരമായ ഒരു രാജ്യമാണ് ചിലി. 20 മില്യൺ ആളുകളുള്ള ഈ രാജ്യത്ത് ഏതാണ്ട് ഭൂരിഭാഗവും ക്രൈസ്തവ വിശ്വാസികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 30-ൽ പരം രൂപതകളുള്ള ചിലിയിലെ കത്തോലിക്ക സഭ വിശ്വാസം, ആതുര ശുശ്രൂഷ എന്നീ മേഖലകളിലും സാമൂഹിക സാംസ്കാരിക മേഖലയിലും ഒത്തിരിയേറെ സ്വാധീനം ഉള്ള സഭയാണ്. 2021 മുതൽ അൾജീരിയയിലും ടുണീഷ്യയിലും വത്തിക്കാൻ സ്ഥാനപതിയായി ജോലി ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ചിലിയിലേക്കുള്ള ഈ നിയോഗം വ്യത്യസ്തമായ ഒരു മിഷണറി അനുഭവമായിരിക്കും എന്ന് തന്നെ കരുതുകയാണ്. 1998 മുതൽ 8ഓളം വത്തിക്കാൻ നയതന്ത്ര കാര്യാലയങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള എനിക്ക് ഓരോ രാജ്യവും പ്രിയപ്പെട്ടതാണ്. ഏതൊരു രാജ്യത്ത് ചെന്നാലും അവിടുത്തെ നന്മകൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഓരോ രാജ്യത്തെയും അനുഭവങ്ങൾ വ്യത്യസ്തവുമായിരിക്കും. അതുകൊണ്ട് തന്നെ 4-5 വർഷത്തെ സേവനത്തിനു ശേഷം കടന്നു പോകുമ്പോൾ കൂട്ടത്തിൽ കൊണ്ടുപോകുവാൻ ഒത്തിരിയേറെ നല്ല അനുഭവങ്ങളുടെ ഓർമ്മകളുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിച്ചു കിട്ടിയിട്ടുള്ള ഒത്തിരിയേറെ വ്യക്തികളെ കണ്ടെത്താൻ സാധിച്ചതിൻ്റെ സന്തോഷവും കൂട്ടായി ഉണ്ടാകും. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പ്രതിനിധിയായി ചിലിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മനസ്സിലുള്ള ആഗ്രഹം ഫ്രാൻസിസ് പാപ്പായെ പോലെ തന്നെ പാവങ്ങളുടെ പക്ഷം ചേർന്ന് യേശു തമ്പുരാന്റെ കരുണയുടെ മുഖമായി പ്രവർത്തിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ സന്തോഷം എല്ലാവരിലും എത്തിക്കുവാൻ സാധിക്കുക എന്നതാണ്. ചിലിയിലെ എല്ലാ മനുഷ്യരെയും ഹൃദയം തുറന്ന് സ്നേഹിക്കുവാനും അവർക്കിടയിൽ പരിശുദ്ധ പിതാവിൻ്റെ കണ്ണും കാതും ഹൃദയവും ഒക്കെയായി പ്രവർത്തിക്കുവാൻ സാധിക്കണമേ എന്നാണ് എൻ്റെ നിരന്തരമായ പ്രാർത്ഥന. റോമിലെ ജെമെല്ലി ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്ന മാർപ്പാപ്പയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ എളിയവനായ എന്നെ കൂടി ഓർക്കണമേ എന്ന് യാചിക്കുകയാണ്. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കോട്ടയം നീണ്ടൂർ ഇടവകാംഗമായ ആർച്ച് ബിഷപ്പ് 1966 ഓഗസ്റ്റ് 4-നാണ് ജനിച്ചത്. 1991 ഡിസംബർ 27-ന് പൗരോഹിത്യം സ്വീകരിച്ചു. 1998 റോമിലെ ഹോളി ക്രോസ് പൊന്തിഫിക്കൽ സർവകലാശാലയിൽ നിന്ന് കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയ ശേഷം വത്തിക്കാന്റെ നയതന്ത്ര പരിശീലനം നേടി. ഗിനിയ, ദക്ഷിണ കൊറിയ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ബംഗ്ലാദേശ്, ഹംഗറി, ഈജിപ്ത് എന്നിവിടങ്ങളിൽ വത്തിക്കാന്റെ അപ്പസ്തോലിക് ന്യൂൻഷ്യോച്ചറുകളിൽ സേവനം ചെയ്തിട്ടുള്ള ആർച്ച് ബിഷപ്പ് മാർ കുര്യൻ മാത്യു വയലുങ്കൽ പിന്നീട് പാപ്പുവ ന്യൂഗിനിയ, സോളമൻ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ അപ്പസ്തോലിക് ന്യൂൻഷ്യോ ആയിരുന്നു.